എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം ബുക്ക് റിവ്യൂസിൻ്റെ ഓഡിയോ ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് അവതരിപ്പിക്കുന്നത് വിശ്വസാഹിത്യ കഥകളിൽ നിന്ന് ഇതിഹാസ നായകനായ റോബിൻ ഹുഡ് എന്ന നോവലിൻ്റെ 3-ാം ഭാഗം. വീരയോദ്ധാവായി കരുതുമ്പോൾ തന്നെ റോബിനെ ഇഷ്ടപ്പെടാത്തവരും ഉണ്ടായിരുന്നു. റോബിനോട് കടുത്ത പക വച്ച് പുലർത്തിയിരുന്ന ആളാണ് ഹിയർഫോർഡ് ബിഷപ്പ്. അലൻ ഡെയിലിൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളായിരുന്നു അതിന് കാരണം. തന്നെ സാക്ഷിയാക്കി നിർത്തി വിവാഹം അലങ്കോലപ്പെടുത്തുകയും വിശ്വാസികളുടെ മുന്നിൽ തന്നെ പരിഹാസ്യനാക്കുകയും ചെയ്ത റോബിൻ ഹുഡിൻ്റെ മരണവാർത്ത ആത്മാർത്ഥമായി ബിഷപ്പ് ആഗ്രഹിച്ചിരുന്നു. കുറഞ്ഞപക്ഷം റോബിൻ തടവിലെങ്കിലും അടയ്ക്കപ്പെടണമെന്ന് ബിഷപ്പ് ആഗ്രഹിച്ചു. റോബിൻ ഹുഡിനെ കെണിയിലാക്കാൻ എന്തെങ്കിലും ഒരു അവസരം കിട്ടുമെന്ന് ബിഷപ്പിന് അറിയാമായിരുന്നു. ഒരിക്കൽ കുറേയേറെ പണവുമായി കുറച്ചകലെയുള്ള ആശ്രമത്തിലേക്ക് ബിഷപ്പിന് പോകേണ്ടതായി വന്നു. സാധാരണയായി ലൗകിക ജീവിതം വെടിഞ്ഞ സന്യാസിമാരാണ് ആശ്രമത്തിൽ താമസിക്കാറുള്ളത്. എന്നാൽ അക്കാലത്ത് അങ്ങനെയായിരുന്നില്ല. പണക്കൊതിയന്മാരും ദുർമാർഗികളുമായ അനേകം സന്യാസികൾ ആശ്രമങ്ങളിൽ കഴിഞ്ഞിരുന്നു. അവരുടെ ആഡംബരങ്ങൾക്കായി ഇടയ്ക്കിടെ അരമനയിൽ നിന്നാണ് പണം എത്തിച്ചിരുന്നത്. പലപ്പോഴും സാധുക്കളായ വിശ്വാസികളിൽ നിന്ന് നിർബന്ധിത പിരിവെടുത്താണ് ബിഷപ്പ് ഈ കൃത്യം നിർവഹിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പിരിച്ചെടുത്ത വൻ തുകയുമായാണ് ഇത്തവണ ബിഷപ്പിൻ്റെ യാത്ര. ഷെർവുഡ് വനത്തിൻ്റെ ഒരു ഭാഗത്തുകൂടിയാണ് ആശ്രമത്തിലേക്കുള്ള വഴി. റോബിൻ ഹുഡിൻ്റെ വിഹാരരംഗമായ ഷെർവുഡിൽ വെച്ച് തീർച്ചയായും തനിക്ക് റോബിനെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് ബിഷപ്പിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ പരമാവധി സഹായികളെയും സുരക്ഷാ ഭടന്മാരെയും കൂട്ടിയാണ് ബിഷപ്പ് യാത്ര തിരിച്ചത്. വനത്തിൽ വെച്ച് റോബിനെ കണ്ടാൽ വധിക്കുകയോ പിടിച്ചു കെട്ടി തടവിലാക്കുകയോ ചെയ്യണമെന്ന് ബിഷപ്പ് കണക്കുകൂട്ടിയിരുന്നു. നല്ലൊരു തെളിഞ്ഞ ദിവസമാണ് ബിഷപ്പ് തൻ്റെ യാത്ര ആരംഭിച്ചത്. വനയാത്ര ബിഷപ്പിനും സംഘത്തിനും ആസ്വാദികരമായിരുന്നു. എങ്ങും പച്ചപ്പ്, തണുത്ത അന്തരീക്ഷം, കുയിലുകളുടെ മനം മയക്കുന്ന സംഗീതം, ഉണങ്ങി വൃത്തിയായി കിടക്കുന്ന വഴിത്താരകൾ, കാട്ടുപൂക്കളുടെ സുഗന്ധം, ഇവയെല്ലാം ആസ്വദിച്ചാണ് ബിഷപ്പും കൂട്ടരും വനത്തിലൂടെ യാത്ര ചെയ്തത്. എന്നാൽ കാട്ടിലുള്ള മൃഗങ്ങൾക്ക് പുതിയ ശബ്ദങ്ങൾ അലോസരമുണ്ടാക്കി. ഭടന്മാർ കരിയിലകളിൽ ചവിട്ടി മാർച്ച് ചെയ്യുമ്പോഴുള്ള ശബ്ദം മൃഗങ്ങളെയും പക്ഷികളെയുമൊക്കെ അസ്വസ്ഥരാക്കി. വാളുകളും കുന്തങ്ങളുമൊക്കെ കൂട്ടിമുട്ടുന്ന ശബ്ദം കേട്ട് സ്വച്ഛന്തം വിഹരിച്ചു നടന്ന മാൻകൂട്ടങ്ങൾ ഉൾക്കാടുകളിലേക്ക് ഓടിമറഞ്ഞു. എന്തായാലും വനവീതിയിലൂടെ ബിഷപ്പും സംഘവും വരിയായി നീങ്ങുന്നത് കാണാൻ നല്ല ചന്തമുണ്ടായിരുന്നു. ഇതൊന്നും അറിയാതെ തൻ്റെ പതിവ് റോന്തു ചുറ്റലിലായിരുന്നു റോബിൻ ഹുഡ്. പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ലാതെ വനഭംഗി ആസ്വദിച്ച് നടക്കുന്നത് റോബിൻ്റെ വിനോദമായിരുന്നു. ഒടുവിൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു. ബിഷപ്പിൻ്റെയും സംഘത്തിൻ്റെയും മുമ്പിലാണ് റോബിൻ ഹുഡ് ചെന്നുപെട്ടത്. അവർ വളരെ അടുത്തെത്തിക്കഴിഞ്ഞു. ശത്രുവിനെ പിടിയിലാക്കാനുള്ള ഉത്സാഹത്തിൽ അവർ അതിവേഗം പാഞ്ഞെടുക്കുകയാണ്. പിടിയവനെ! ബിഷപ്പിൻ്റെ ശബ്ദം റോബിൻ്റെ കാതുകളിൽ മുഴങ്ങി. എന്തു ചെയ്യും? 100-ലേറെ വരുന്ന ഒരു സംഘത്തോട് ഏകനായി പൊരുതി ജയിക്കുക അസാധ്യമാണല്ലോ. രക്ഷപ്പെടാൻ എന്താണൊരു വഴി? റോബിൻ പരിഭ്രാന്തനായി. ഓടി രക്ഷപ്പെടൂ, അതേ ഉള്ളു പോംവഴി. മനസ്സിലിരുന്ന് ആരോ പറയും പോലെ. വൈകിയില്ല, ഒറ്റ കുതിപ്പായിരുന്നു. മിന്നൽ പിണറിൻ്റെ വേഗത്തിൽ റോബിൻ ഉൾക്കാടുകളിലേക്ക് ഓടിമറഞ്ഞു. എന്നാൽ ബിഷപ്പും സംഘവും അങ്ങനെയങ്ങ് പിൻവാങ്ങാൻ ഒരുക്കമല്ലായിരുന്നു. കയ്യെത്തും ദൂരത്ത് കിട്ടിയ ശത്രുവിനെ വെറുതെ വിടാനോ? അവർ റോബിൻ ഹുഡിൻ്റെ പിന്നാലെ കുതിച്ചു. പെട്ടെന്നുണ്ടായ അലങ്കോലത്തിൽ പകച്ചുപോയ പക്ഷിക്കൂട്ടങ്ങൾ അങ്ങുമിങ്ങും ചിതറിപ്പറന്നു. വനത്തിൻ്റെ മുക്കും മൂലയും റോബിന് നന്നായി അറിയാം. മരത്തിൻ്റെ വേരുകളിൽ ചവിട്ടി തെന്നി വീഴാതെ ഓടാൻ മുൻ പരിചയമുള്ളവർക്കേ കഴിയുമായിരുന്നുള്ളൂ. തടസ്സങ്ങൾ ഒന്നും തന്നെ റോബിൻ ഹുഡിന് പ്രശ്നമായിരുന്നില്ല.
കാട്ടുവള്ളികൾ വകഞ്ഞു മാറ്റി ഉൾവനത്തിലേക്കാണ് ശരവേഗത്തിൽ റോബിൻഹുഡ് പാഞ്ഞത്. എന്നാൽ ബിഷപ്പിൻ്റെയും കൂട്ടരുടെയും സ്ഥിതി മറിച്ചായിരുന്നു. തികച്ചും അപരിചിതമായ പ്രദേശത്തോടുകൂടിയുള്ള പാച്ചിൽ അവർക്ക് എളുപ്പമായിരുന്നില്ല. ആദ്യമൊക്കെ അങ്ങകലെ റോബിൻ്റെ രൂപം അതിവേഗം നീങ്ങുന്നത് അവർക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ അതുമില്ല. എവിടേക്കാണെന്നറിയാതെ ബിഷപ്പും കൂട്ടരും നീങ്ങിക്കൊണ്ടിരുന്നു. കുറേ പേർ തളർന്ന് താഴെ വീണുപോയി. മറ്റു ചിലർ ഓട്ടം തുടർന്നു. കുതിരപ്പുറത്തുണ്ടായിരുന്നവരുടെ കാര്യമായിരുന്നു കൂടുതൽ കഷ്ടം. അതിവേഗത്തിൽ പായുന്നതിനിടയിൽ മരച്ചില്ലയിൽ തട്ടി കുതിരപ്പുറത്തിരുന്ന പടയാളികൾ തെറിച്ചു വീണു. ഒന്നും അറിയാത്ത കുതിരകൾ പുറത്താരുമില്ലാതെ അതിവേഗം കാടിനുള്ളിലേക്ക് ഓടിമറയുകയും ചെയ്തു. എങ്കിലും വീണു പോയവരെ ഉപേക്ഷിച്ച് ബാക്കിയുള്ളവർ തിരച്ചിൽ തുടർന്നു. ഇതിനോടകം റോബിൻഹുഡ് ഉൾവനത്തിൽ എത്തിക്കഴിഞ്ഞിരുന്നു. മരങ്ങൾ തിങ്ങി വളർന്നു നിൽക്കുന്ന പ്രദേശം. ക്രൂരമൃഗങ്ങൾ വിഹരിക്കുന്ന സ്ഥലമാണ്. ഇലച്ചില്ലകൾ മൂലം സൂര്യപ്രകാശം താഴേക്ക് പതിക്കുന്നതേയില്ല. പേടിപ്പെടുത്തുന്ന നിശബ്ദതയും ഇരുട്ടും. പക്ഷേ ഇതൊന്നും റോബിനെ ഭയപ്പെടുത്താൻ പര്യാപ്തമായിരുന്നില്ല. ഒരു തടാകക്കരയിലാണ് റോബിൻ്റെ ഓട്ടം അവസാനിച്ചത്. ഉൾവനമെങ്കിലും തടാകത്തിന് ചുറ്റും തെളിഞ്ഞ പ്രദേശമാണ്. അങ്ങിങ്ങായി മാൻകൂട്ടങ്ങൾ മേയുന്നത് കാണാം. ചുറ്റും പച്ചപ്പട്ട് വിരിച്ചതുപോലുള്ള പുൽത്തകിടി. റോബിൻ തടാകത്തിലിറങ്ങി കൈക്കുമ്പിളിൽ വെള്ളമെടുത്ത് മുഖം കഴുകി. നല്ല തണുപ്പ്. മതിയാവോളം വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും റോബിൻഹുഡിൻ്റെ ക്ഷീണം മാറിപ്പോയിരുന്നു. തടാകത്തിൻ്റെ ഇടതുഭാഗത്തായി ഒരു കുടിൽ കാണാം. അവിടേക്ക് പുൽത്തകിടിയിലൂടെ ഒരു ഒറ്റയടി പാതയുണ്ട്. വിചിത്ര സ്വഭാവക്കാരിയായ ഒരു അമ്മൂമ്മയാണ് കുടിലിൽ താമസം. സഹായത്തിന് ആരുമില്ല. നേരിട്ട് പരിചയമില്ലെങ്കിലും പലപ്പോഴും റോബിൻ അവർക്ക് സമ്മാനങ്ങളും മറ്റും കൊടുത്തയക്കുമായിരുന്നു. റോബിൻഹുഡിൻ്റെ വീരകഥകൾ വൃദ്ധയ്ക്ക് കാണാപ്പാടമാണ്. എന്നെങ്കിലും ഒരിക്കൽ റോബിൻഹുഡിനെ നേരിൽ കാണണമെന്ന് അവരും ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു. ഉൾവനത്തിലാണെങ്കിലും താൻ സുരക്ഷിതനല്ലെന്ന് റോബിന് ബോധ്യമുണ്ടായിരുന്നു. ബിഷപ്പും കൂട്ടരും തന്നെ തേടി തീർച്ചയായും വനം മുഴുവനും അരിച്ചു പേർക്കുന്നുണ്ടാവും. ഒറ്റയ്ക്ക് അവരോട് പൊരുതുന്നത് മണ്ടത്തരമാണ്. എത്രയും വേഗം ബിഷപ്പിൻ്റെ കണ്ണിൽ പെടാതെ കൂട്ടുകാരുടെ അടുത്തെത്തണം. താൻ റോബിൻഹുഡാണെന്ന് തിരിച്ചറിഞ്ഞാൽ വൃദ്ധ തന്നെ സഹായിക്കാതിരിക്കില്ലെന്ന് റോബിന് തോന്നി. അയാൾ ഒറ്റയടി പാതയിലൂടെ കുടിലിന് മുന്നിൽ ചെന്ന് വാതിലിൽ മുട്ടി. വൈകാതെ വാതിൽ തുറക്കപ്പെടുകയും ചെയ്തു. ആരെയാണ്? എന്തു വേണം? വൃദ്ധയുടെ ചോദ്യത്തിന് റോബിൻ പതിഞ്ഞ ശബ്ദത്തിൽ മറുപടി നൽകി. ഞാൻ റോബിൻഹുഡ്. എനിക്ക് ഗ്രാനിയുടെ സഹായം വേണം. വൃദ്ധയുടെ കണ്ണുകൾ വിസ്മയത്താൽ വിടർന്നു. എന്ത്? കാടിൻ്റെ വീരപുത്രൻ റോബിൻഹുഡ് തൻ്റെ മുമ്പിൽ നിൽക്കുന്നുവെന്നോ? അവർക്ക് വിശ്വസിക്കാനായില്ല. സംശയിക്കേണ്ട, ഞാൻ തന്നെ റോബിൻഹുഡ്. കഴിഞ്ഞ ക്രിസ്മസിന് ഞാൻ ഗ്രാനിക്ക് അയച്ച സമ്മാനം കിട്ടിയിരുന്നില്ലേ? നല്ല മാനിറച്ചി. തൻ്റെ മുന്നിൽ നിൽക്കുന്നത് റോബിൻഹുഡ് തന്നെ. വൃദ്ധയ്ക്ക് ഉറപ്പായി. അല്ലെങ്കിൽ ഇത്ര വ്യക്തമായി സമ്മാനത്തെക്കുറിച്ച് പറയില്ല. അകത്തേക്ക് വരൂ, വേഗം. വൃദ്ധയുടെ അനുവാദം ലഭിച്ച മാത്രയിൽ റോബിൻഹുഡ് കുടിലിനുള്ളിലേക്ക് കയറി. മകനെ, നീ റോബിൻഹുഡാണെങ്കിൽ ഒന്നും ഇനി അപേക്ഷിക്കേണ്ടതില്ല. ആജ്ഞാപിച്ചാലും എന്ത് സഹായവും ചെയ്യാൻ ഈ വൃദ്ധ ഒരുക്കമാണ്. പറയൂ, എന്താണ് ഞാൻ ചെയ്യേണ്ടത് റോബിൻ? കൃതജ്ഞത അവരുടെ വാക്കുകളിൽ നിറഞ്ഞു നിന്നിരുന്നു. ശത്രുക്കൾ എൻ്റെ പിന്നാലെയുണ്ട്. എനിക്ക് രക്ഷപ്പെടണം. അയ്യോ മകനെ, നിന്നെ ഞാൻ എവിടെ ഒളിപ്പിക്കും? ഇവിടെ ഒളിക്കാൻ പറ്റിയ ഒരിടവും കാണുന്നില്ലല്ലോ. അത് സാരമില്ല. നിങ്ങളുടെ ചാരനിറത്തിലുള്ള കുപ്പായം എനിക്ക് തന്നേക്കൂ. ഞാനതിൽ ഒളിച്ചുകൊള്ളാം. ആ വേഷത്തിൽ ആരും എന്നെ പെട്ടെന്ന് തിരിച്ചറിയില്ല. സുരക്ഷിതനായി എനിക്ക് കൂട്ടുകാരുടെ അടുത്തെത്താൻ അതേയുള്ളു വഴി. ഒരു വൃദ്ധയെപ്പോലെ മുടന്തി വനത്തിൽ കൂടി ഞാൻ പോയിക്കൊള്ളാം. പകരം എൻ്റെ പച്ച കുപ്പായം നിങ്ങൾ ധരിക്കുക. ബിഷപ്പ് ഇവിടെ എത്തിയാൽ നിങ്ങളെ കണ്ട് തെറ്റിദ്ധരിച്ചുകൊള്ളും.
മുഖം വ്യക്തമാക്കാതിരുന്നാൽ മതി. അയാൾ ഒരു പക്ഷേ നിങ്ങളെ പിടിച്ചു കൊണ്ടുപോയെന്ന് വരും. എങ്കിലും പേടിക്കണ്ട. വേണ്ട സമയത്ത് എൻ്റെ മെറിമൻ നിങ്ങളെ സഹായിച്ചുകൊള്ളും. റോബിൻഹുഡിൻ്റെ തന്ത്രം കേട്ട വൃദ്ധ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അടുത്ത മുറിയിലേക്ക് പോയി. നീയൊരു സൂത്രശാലി തന്നെ മകനെ. ഇത് നല്ല തമാശയായിരിക്കും. പാവം ബിഷപ്പ്, ഞാൻ എന്തിനും തയ്യാർ. ചാരനിറമുള്ള നീളൻ കുപ്പായവുമായാണ് അവർ തിരികെ വന്നത്. റോബിൻ ഒട്ടും സമയം കളയാതെ വൃദ്ധയുടെ കുപ്പായം ധരിച്ചു. ഇതാ, ഇത് ഓടി പിടിച്ചോളൂ. വൃദ്ധ തൻ്റെ റാട്ട് സൂചിയും ചണനാരും റോബിൻ്റെ കയ്യിൽ പിടിപ്പിച്ചു. വലത് കൈയിൽ ഒരു പഴയ വാക്കിംഗ് സ്റ്റിക്കും. തലയിൽ ഒരു സ്കാർഫ് കൂടി ഇട്ടപ്പോൾ ഒറ്റ നോട്ടത്തിൽ റോബിനെ കണ്ടാൽ ഒരു വൃദ്ധയാണെന്നേ തോന്നുമായിരുന്നുള്ളൂ. വേഷപ്രച്ഛന്നായ റോബിൻ വൃദ്ധയോട് യാത്ര പറഞ്ഞിറങ്ങി. എത്രയും വേഗം കൂട്ടുകാർക്കൊപ്പമെത്തുക, അതുമാത്രമായിരുന്നു റോബിൻ്റെ ചിന്ത. ഇടയ്ക്കിടെ പിന്നിലോട്ട് തിരിഞ്ഞു നോക്കിയായിരുന്നു റോബിൻ്റെ നടത്തം. ശത്രു ഏതു നേരത്തും പിന്നാലെ വരുമെന്ന് റോബിൻഹുഡിന് അറിയാമായിരുന്നു. ഏകദേശം 2 മൈൽ ദൂരം നടന്നപ്പോഴേക്കും പ്രതീക്ഷിച്ചതുപോലെ ബിഷപ്പിൻ്റെ ഭടന്മാരെ വഴിയിൽ കണ്ടു. കാട് അരിച്ചു പെറുക്കിയുള്ള വരവാണ്. സ്കാർഫ് കൊണ്ട് മുഖം പാതി മറച്ച് മുടന്തിയാണ് റോബിൻ നടന്നത്. ശത്രുഭടന്മാർക്ക് യാതൊരു സംശയവും തോന്നിയതേയില്ല. ഏന്തി വലിച്ചു നടന്ന വൃദ്ധയെ അവർ കൃത്യമായി ശ്രദ്ധിക്കുക പോലും ചെയ്തില്ല. മരങ്ങൾക്ക് പിന്നിലും പൊന്തകൾക്കിടയിലും തിരഞ്ഞ് അവർ അകലേക്ക് പോയി. റോബിന് കൂട്ടുകാരെ കണ്ടുപിടിക്കുക അത്ര എളുപ്പമായിരുന്നില്ല. അതിവേഗത്തിൽ നടന്നാൽ ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെടും. വളരെ സാവധാനമാണ് റോബിൻഹുഡ് നടന്നുകൊണ്ടിരുന്നത്. നാഴികകൾ നീണ്ട നടത്തത്തിനൊടുവിൽ കൂട്ടുകാരുമായി പിരിഞ്ഞ സ്ഥലത്ത് റോബിൻ എത്തിച്ചേർന്നു. അങ്ങകലെ ലിറ്റിൽ ജോൺ നിൽക്കുന്നത് റോബിൻ കണ്ടു. തങ്ങളുടെ നേതാവിനെ അവിടെയെല്ലാം തിരയുകയായിരുന്നു ലിറ്റിൽ ജോണും സംഘവും. തൻ്റെ വാക്കിംഗ് സ്റ്റിക്ക് ഉയർത്തിക്കാട്ടി റോബിൻ ഉറക്കെ ശബ്ദമുണ്ടാക്കി. ലിറ്റിൽ ജോണിൻ്റെ ശ്രദ്ധ പെട്ടെന്ന് അവിടേക്കായി. ഹേ, അത് കണ്ടോ നിങ്ങൾ? മന്ത്രവാദിനിയാണെന്ന് തോന്നുന്നു. അവരുടെ കയ്യിൽ വടി കണ്ടോ? അതിൽ കയറി അവർക്ക് പറക്കാനാവും. നമ്മെ ഉപദ്രവിക്കാനാണ് അവർ അവിടെ പമ്മി നിൽക്കുന്നതെന്ന് തോന്നുന്നു. ലിറ്റിൽ ജോൺ തൻ്റെ അനുയായികളോടായി പറഞ്ഞു. പിന്നെ ആവനാഴിയിൽ നിന്ന് അമ്പെടുത്ത് വൃദ്ധയെ ലക്ഷ്യമാക്കി വില്ലുകുലച്ചു. വേണ്ട ജോൺ, ഇത് ഞാനാ, റോബിൻ, അരുത്. റോബിൻഹുഡിൻ്റെ ശബ്ദം കേട്ട മാത്രയിൽ ലിറ്റിൽ ജോൺ വൃദ്ധയുടെ അടുത്തേക്ക് ഓടിയെത്തി. അയ്യോ പ്രഭോ, അങ്ങായിരുന്നു. എവിടെയായിരുന്നു ഇത്ര നേരം? എന്തു പറ്റി? എവിടെ നിന്ന് കിട്ടി ഈ വേഷം? ഒറ്റ ശ്വാസത്തിലാണ് ലിറ്റിൽ ജോൺ ഇത്രയും ചോദിച്ചത്. സംഭവിച്ചതെല്ലാം റോബിൻ കൂട്ടുകാരോട് വിശദീകരിച്ചു. ഒട്ടും സമയമില്ല. ശത്രുക്കൾ നമ്മെ തേടി കാട്ടിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. നമുക്ക് എത്രയും വേഗം അവരെ കണ്ടെത്തണം. പിന്നെ എന്തു വേണമെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ലല്ലോ. റോബിൻഹുഡ് നിർദ്ദേശങ്ങൾ നൽകുന്നതിനിടയിൽ തൻ്റെ പച്ച യൂണിഫോം ധരിച്ചു. മെറിമനിലെ വീരന്മാരായ പോരാളികൾ തങ്ങളുടെ നായകന് പിന്നിൽ എന്തിനും തയ്യാറായി അണിനിരുന്നു. സംഘം ബിഷപ്പിനെയും കൂട്ടരെയും തേടി യാത്രയായി. റോബിനെയും തേടി ബിഷപ്പും സംഘവും ഉൾക്കാട്ടിലെത്തിയിരുന്നു. അങ്ങകലെ തടാകക്കരയിൽ ഒറ്റപ്പെട്ട കുടിലിന് മുമ്പിലാണ് അവരിപ്പോൾ. റോബിൻഹുഡ് കുടിലിനുള്ളിൽ കാണുമെന്ന് ബിഷപ്പിന് ഉറപ്പായിരുന്നു. കുടിലിന് മുമ്പിലെ കിളിവാതിലിലൂടെ അകത്തേക്ക് നോക്കിയ ബിഷപ്പ് പച്ച കുപ്പായമണിഞ്ഞ ഒരു രൂപം മുറിക്കുള്ളിലൂടെ നീങ്ങുന്നത് കണ്ടു. അവൻ ഇതിനകത്തുണ്ട്. പിടിയവനെ, വേഗം, രക്ഷപ്പെടാൻ അനുവദിക്കരുത്, ബിഷപ്പ് വിളിച്ചു പറഞ്ഞു. കൂടെ ഉണ്ടായിരുന്ന ഭടന്മാർ വാതിൽ ചവിട്ടി തുറന്ന് കുടിലിനുള്ളിലേക്ക് കയറി. മുറിയുടെ മൂലയിൽ പച്ച കുപ്പായമണിഞ്ഞ വൃദ്ധ നിന്നിരുന്നു. എന്നാൽ സ്കാർഫ് കൊണ്ട് മുഖം മറച്ചിരുന്നതിനാൽ പടയാളികൾക്ക് ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അവർ റോബിൻഹുഡിൻ്റെ നേർക്ക് ചാടി വീണു. യാതൊരു എതിർപ്പുമില്ലാതെ റോബിൻ കീഴടങ്ങിയത് കണ്ട് ഭടന്മാർ അത്ഭുതപ്പെട്ടു. വൈകാതെ മുഖം മറച്ച റോബിൻഹുഡ് ബിഷപ്പിൻ്റെ മുന്നിലെത്തിപ്പെട്ടു. ആഹാ,
ഷെർവുഡിലെ വീരൻ വന്നല്ലോ. ഇനി നീ ഒരിക്കലും ഈ വനം കാണാൻ പോകുന്നില്ല. ബിഷപ്പ് പരിഹാസസ്വരത്തിൽ പറഞ്ഞത് കേട്ട് വൃദ്ധ ഒന്നും മിണ്ടിയതേയില്ല. ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ആളെ തിരിച്ചറിയാൻ കഴിയുമായിരുന്നു. പക്ഷേ വയസ്സൻ ബിഷപ്പിന് കാഴ്ചശക്തി കുറവായിരുന്നതിനാൽ മുമ്പിൽ നിൽക്കുന്നത് പച്ചക്കുപ്പായമിട്ട വൃദ്ധയാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പടയാളികളാകട്ടെ തിരുമണ്ടന്മാരും. വീണ്ടും ബിഷപ്പ് ശബ്ദമുയർത്തി. കണ്ടില്ലേ കാടിൻ്റെ രാജകുമാരനെ? രാജകീയമായി വേണം ഇയാളെ രാജാവിനടുത്തേക്ക് കൊണ്ടുപോകേണ്ടത്. ഏറ്റവും നല്ല കുതിരയെ തന്നെ കൊണ്ടുവരൂ. ഇവനെ കൊണ്ടുപോകണ്ടേ? വേഗം. താങ്കളുടെ പക്കലുണ്ടായിരുന്ന ഏറ്റവും മികച്ച ഒരു വെള്ള കുതിരയെ ഭടന്മാർ വേഗം കൊണ്ടുവന്നു. എല്ലാവരും ചേർന്ന് റോബിനെ കുതിരപ്പുറത്ത് കയറ്റി. അപ്പോഴെല്ലാം ബിഷപ്പ് റോബിനെക്കുറിച്ച് കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ടിരുന്നു. നിങ്ങൾക്കറിയാമോ ഇവൻ ആരാണെന്ന്? ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പാപിയാണിവൻ. എത്ര പേരെ കൊള്ളയടിച്ചിട്ടുണ്ട്. ഇവൻ ജീവിച്ചിരിക്കാൻ യോഗ്യനല്ല. നിയമം ഇവനെ തൂക്കിലിടുക തന്നെ ചെയ്യും. ബിഷപ്പിൻ്റെ വാക്കുകൾ കേട്ട വൃദ്ധയ്ക്ക് ദേഷ്യം സഹിക്കാൻ കഴിഞ്ഞില്ല. നല്ലവനായ റോബിനെക്കുറിച്ചാണോ ഇയാൾ ഈ അസംബന്ധം പറയുന്നത്? പാപിയാണ് പോലും. മറുപടി തികട്ടി വന്നെങ്കിലും വൃദ്ധ ഒന്നും മിണ്ടിയില്ല. ബിഷപ്പ് പിന്നെയും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. റോബിൻ ഇപ്പോൾ ഭയം കൊണ്ട് വിറയ്ക്കുന്നുണ്ടാകുമെന്ന് അയാൾ വിചാരിച്ചു. ക്രൂരമായ ഒരു സന്തോഷച്ചിരി ബിഷപ്പിൻ്റെ മുഖത്തുണ്ടായിരുന്നു. വൈകാതെ ബിഷപ്പും സംഘവും തങ്ങൾ പിടികൂടിയ റോബിൻ ഹുഡുമായി യാത്രയായി. യാത്രയിലുടനീളം ബിഷപ്പും സംഘവും ആഹ്ലാദാരവങ്ങൾ മുഴക്കി. പക്ഷേ അവരുടെ സന്തോഷം അധികം നീണ്ടു നിന്നില്ല. അകലെയായി മേപ്പിൾ മരക്കൂട്ടങ്ങൾക്കിടയിൽ ആളനക്കം. ആരാണത്? ബിഷപ്പ് തൻ്റെ തിമിരം ബാധിച്ച കണ്ണുകൾ കൊണ്ട് സൂക്ഷിച്ചു നോക്കി. കുറെ ചെറുപ്പക്കാർ. ആയുധധാരികളാണ്. പച്ച കുപ്പായക്കാരാണ്. ബിഷപ്പിന് ഭയം തോന്നി. ആരാണവർ? ആരാണവരുടെ നേതാവ്? ബിഷപ്പിൻ്റെ സ്വരം ദുർബലമായിരുന്നു. വിധി, അല്ലാതെ എന്തു പറയാൻ? അത് റോബിൻഹുഡും സംഘവുമാണെന്ന് എനിക്ക് തീർച്ചയാണ്. ആദ്യമായി വെള്ള കുതിരമേലിരുന്ന വൃദ്ധ ശബ്ദിച്ചു. ശബ്ദം കേട്ട മാത്രയിൽ ബിഷപ്പ് തൻ്റെ കഴുതിയെ പൊടുന്നനെ നിർത്തി. അയാൾ വല്ലാതെ പരിഭ്രാന്തനായിരുന്നു. അപ്പോൾ ആരാണ് നിങ്ങൾ? അപ്പോഴാണ് ബിഷപ്പ് കുതിരപ്പുറത്തുള്ള പച്ച വസ്ത്രധാരിയെ ശ്രദ്ധിച്ചത്. അയാളുടെ മുഖം വിളറിയിരുന്നു. ഞാനൊരു പാവം വയസ്സിയാണ് തിരുമേനി, റോബിൻഹുഡ് അല്ല. പരിഹാസത്തോടെ വൃദ്ധ മറുപടി നൽകി. ഞാനിവിടെയുണ്ടേ. പച്ച കുപ്പായമണിഞ്ഞ യഥാർത്ഥ റോബിൻഹുഡ് മരത്തിന് പിന്നിൽ നിന്നും വഴിയിലേക്ക് ഇറങ്ങി നിന്നു. പേടിയും കോപവും ജാളിതയുമെല്ലാം ചേർന്ന് ബിഷപ്പിൻ്റെ മുഖം വികൃതമായി. അയാൾ കഴുതിയെ മുന്നോട്ട് നടത്താൻ വിഫല ശ്രമം നടത്തി. തിരുമേനി, പോകാൻ വരട്ടെ. എന്നെയും എൻ്റെ സുഹൃത്തുക്കളെയും അങ്ങ് കുറെ ബുദ്ധിമുട്ടിച്ചതല്ലേ? അതിനുള്ള പ്രതിഫലം തരാതെ അങ്ങേക്ക് എങ്ങനെയാണ് പോകാൻ കഴിയുക? എനിക്കറിയാം, ഞങ്ങൾക്ക് തരാനായി കുറേയേറെ പണം അങ്ങ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. ഇത് പറയുന്നതിനിടയിൽ റോബിൻ കുതിരപ്പുറത്തിരുന്ന വൃദ്ധയെടുത്ത് താഴെ ഇറക്കി. അവർ ഉത്സാഹവതിയായിരുന്നു. നന്ദി വൃദ്ധമാതാവേ, നിങ്ങൾ ചെയ്ത സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. എൻ്റെ ആളുകൾ നിങ്ങളെ സുരക്ഷിത സ്ഥാനത്തെത്തിക്കും. പുതിയ വസ്ത്രങ്ങളും സ്വാദിഷ്ടമായ ഭോജ്യങ്ങളുമായി അവിടെ എൻ്റെ പത്നി മരിയൻ നിങ്ങളെ കാത്തിരിക്കുന്നു. വേഗം ചെല്ലുക. റോബിൻ്റെ വാക്കുകൾ കേട്ട വൃദ്ധയ്ക്ക് സന്തോഷമായി. അവർ ഒരു പടയാളിക്കൊപ്പം കാട്ടിലേക്ക് നടന്നു. പോകും വഴി അവർ ഉറക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് നിങ്ങളുടെ പച്ചക്കുപ്പായം വളരെ ഇഷ്ടപ്പെട്ടു. ഇനി എനിക്കിത് മതി. അവർ പറഞ്ഞത് കേട്ട് റോബിൻ്റെ സംഘത്തിലുള്ളവരും ചിരിച്ചു. ബിഷപ്പിൻ്റെ കൂടെയുള്ളവർ നിശബ്ദരായി ഇതെല്ലാം കണ്ടു നിൽക്കുകയായിരുന്നു. ഒരു ആക്രമണത്തിന് അവർ മുതിർന്നില്ല. മെറിമനിൻ്റെ ശക്തിയെപ്പറ്റി അവർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. തോൽവി സമ്മതിച്ച് അവർ തങ്ങളുടെ ആയുധങ്ങൾ നിലത്തുവെച്ചു. റോബിൻഹുഡ് ബിഷപ്പിൻ്റെ കൈ പിടിച്ച് അയാളെ കഴുതപ്പുറത്തു നിന്നും ഇറക്കി
ഒരു മരച്ചൂട്ടിൽ കൊണ്ടിരുത്തി. ഇനി പറയൂ തിരുമേനി, അങ്ങ് ഞങ്ങൾക്ക് എന്താ തരാൻ പോകുന്നത്? എത്ര പണമുണ്ട് കയ്യിൽ? എൻ്റെ കയ്യിലുള്ള പണം എൻ്റെയല്ല, അത് സെൻറ് മേരീസ് ആശ്രമത്തിലേക്കുള്ളതാണ്, ബിഷപ്പ് പറഞ്ഞു. തിരുമേനി പറഞ്ഞത് വളരെ ശരിയാണ്. അത് നിങ്ങളുടെ ആരുടെയും പണമല്ല, പാവങ്ങളിൽ നിന്നും പിടിച്ചു പറിച്ച പണമല്ലേ അത്. ഇങ്ങ് തന്നേക്കൂ, ഞാനത് അവർക്ക് തിരികെ നൽകിക്കൊള്ളാം. ഉറച്ച ശബ്ദമായിരുന്നു റോബിൻ്റേത്. ബിഷപ്പിൻ്റെ പണസഞ്ചികൾ പിടിച്ചെടുക്കാൻ റോബിൻഹുഡ് ലിറ്റിൽ ജോണിന് നിർദ്ദേശം നൽകി. സഞ്ചിയിലുള്ള പണം തറയിലേക്ക് കുടഞ്ഞിട്ട ലിറ്റിൽ ജോൺ അത് എണ്ണി തിട്ടപ്പെടുത്തി. 500 പൗണ്ട് ഉണ്ടായിരുന്നു. ഇനി അവരെ വിട്ടേക്കൂ, റോബിൻ നിർദ്ദേശിച്ചു. എന്നാൽ ലിറ്റിൽ ജോണിന് ഒരാവശ്യം കൂടി ഉണ്ടായിരുന്നു. പ്രഭു, പള്ളിയിലെ സ്തുതിഗീതം കേട്ടിട്ട് എത്ര നാളായി? ആകപ്പാടെ കേൾക്കാറുള്ളത് നമ്മുടെ ഫ്രയർ ടക്കിൻ്റെ പ്രാർത്ഥനയാണ്. പോകും മുമ്പ് ബിഷപ്പിനെ കൊണ്ട് ഒരു പ്രാർത്ഥന നടത്തിയാൽ നന്നായിരിക്കും. ശരിയാണ് ജോൺ, ദൈവത്തിന് നന്ദി പറയേണ്ട ദിവസമാണിന്ന്. ബിഷപ്പ് നമുക്കായി ഇപ്പോൾ പ്രാർത്ഥനാ ഗീതം ആലപിക്കും. മനസ്സില്ലാ മനസ്സോടെ ബിഷപ്പ് സമ്മതം മൂളി. മേറിമെന്നിനൊപ്പം ബിഷപ്പിൻ്റെ അനുയായികളും വനവീതിയിൽ മുട്ടുകുത്തി നിന്നു. ബിഷപ്പിൻ്റെ പ്രാർത്ഥനാ ഗാനം മുഴങ്ങി. മനോഹരമായ ഗാനം. ഓക്കുമരത്തിലിരുന്ന പക്ഷികൾ പ്രാർത്ഥനയ്ക്കനുസരിച്ച് മധുരമായി പാടി. പ്രാർത്ഥന കഴിഞ്ഞയുടൻ ബിഷപ്പിനെ റോബിൻ യാത്രയാക്കി. വഴി കാട്ടിക്കൊണ്ട് കുറേ ദൂരം മുന്നിൽ നടക്കാനും റോബിൻഹുഡ് മടിച്ചില്ല. വനാതിർത്തി കടന്ന ബിഷപ്പിന് റോബിൻഹുഡ് കൈ ഉയർത്തി അഭിവാദ്യം നേർന്നുകൊണ്ട് പറഞ്ഞു, ഈ മനോഹര ദിവസം തന്നതിന് ദൈവത്തിന് നന്ദി പറയൂ തിരുമേനി. ഇനി സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്യൂ. പ്രാർത്ഥിക്കുമ്പോൾ ഈ റോബിൻഹുഡിനെ കൂടി ഓർക്കണേ. ഒന്നുകൂടി കൈ ഉയർത്തി കാണിച്ച ശേഷം റോബിൻഹുഡ് മരങ്ങൾക്ക് പിന്നിലേക്ക് മറഞ്ഞു. ഗ്രീൻവുഡിൽ സ്ഥിരതാമസമാക്കുന്നതിന് വളരെ മുമ്പ് തന്നെ റോബിൻ ഷെർവുഡ് സന്ദർശിക്കാറുണ്ടായിരുന്നു. വേട്ടയാടലായിരുന്നു ഈ യാത്രകളുടെ പ്രധാന ലക്ഷ്യം. റോബിനെ മികച്ച ഒരു വില്ലാളിയാക്കുന്നതിൽ വനയാത്രകൾ ഏറെ സഹായിച്ചിട്ടുണ്ട്. പാഞ്ഞു പോകുന്ന മൃഗങ്ങളെ എയ്തു വീഴ്ത്തുക വളരെ ക്ലേശകരമാണ്. അപാരമായ ഏകാഗ്രതയും ലക്ഷ്യബോധവും ഉള്ളവർക്ക് മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ. റോബിൻ്റെ വില്ലിൽ നിന്നും കുതിക്കുന്ന അസ്ത്രങ്ങളിൽ ലക്ഷ്യം ഭേദിക്കാത്തവ വളരെ ചുരുക്കമായിരുന്നു. അന്നും പതിവ് വനയാത്രയിലായിരുന്നു റോബിൻ. അപ്രതീക്ഷിതമായാണ് അത്ഭുതപ്പെടുത്തുന്ന ആ കാഴ്ച റോബിൻ കണ്ടത്. അതീവ സുന്ദരിയായ ഒരു പെൺകുട്ടി. അവൾ ആയുധമേന്തിയിട്ടുണ്ട്. ചാട്ടുളി പോലെ കുതിച്ചു പാഞ്ഞ ഒരു മാൻപേടയെ അതാ അവൾ അനായാസം എയ്തു വീഴ്ത്തുന്നു. ഘോരവനത്തിനുള്ളിൽ നിന്ന് വേട്ടയാടി രസിക്കുന്ന ഇവൾ ആരാണ്? സാധാരണക്കാരിയല്ലെന്ന് ഉറപ്പാണ്. റോബിൻ ആരാധനയോടെ ആ കാഴ്ച കണ്ടുനിന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ റോബിൻ്റെ ഹൃദയം കവരാൻ സമർത്ഥയായ ആ പെൺകുട്ടിക്ക് കഴിഞ്ഞു. വിവാഹം കഴിക്കുന്നെങ്കിൽ അത് ഈ മിടുക്കിയെ മാത്രമായിരിക്കും. തീർച്ച. റോബിൻ്റെ തീരുമാനം ഉറച്ചതായിരുന്നു. മരിയൻ, അതായിരുന്നു അവളുടെ പേര്. ഫിറ്റ്സ് വാട്ടർലി നാടുവാഴിയുടെ മകളാണ്. റോബിൻ്റെ വീട്ടിൽ നിന്നും വളരെ അകലെയല്ലാത്ത ഒരു സ്ഥലത്താണ് അവൾ താമസിച്ചിരുന്നത്. റോബിൻ്റെ പിന്നീടുള്ള വനയാത്രകൾ മരിയനെ കാണുന്നതിന് വേണ്ടി മാത്രമായിട്ടുള്ളതായിരുന്നു. വനത്തിൽ വെച്ച് ആ യുവമിഥുനങ്ങൾ പരസ്പരം ഹൃദയങ്ങൾ കൈമാറി. വൈകാതെ തന്നെ വിവാഹിതരാകാനും അവർ തീരുമാനിച്ചു. ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യൻ താനാണെന്ന് റോബിന് തോന്നി. മനസ്സിനിഷ്ടപ്പെട്ട പെൺകുട്ടി ഇതാ തനിക്ക് സ്വന്തമാകാൻ പോകുന്നു. മരിയനും ഏറെ സന്തോഷവതിയായിരുന്നു. അവൾ തൻ്റെ ആഗ്രഹം പിതാവിനെ അറിയിച്ചു. പിതാവിനും ഇക്കാര്യത്തിൽ എതിർപ്പൊന്നുമുണ്ടായിരുന്നില്ല. വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുന്നതിനിടയിലാണ് അവരുടെ കഷ്ടകാലം ആരംഭിച്ചത്. നോർമൻ പ്രഭുക്കന്മാർ റോബിൻ്റെ കുടുംബത്തിന് നേരെ ശക്തമായ ആക്രമണം നടത്തിയത് അക്കാലത്താണ്. പ്രതികൂല സാഹചര്യങ്ങൾ റോബിനെ വല്ലാതെ തളർത്തി. ഒടുവിൽ റോബിന് തൻ്റെ സമ്പത്തും വീടും സ്വന്തം പിതാവിനെ തന്നെയും
നഷ്ടമാവുകയും ചെയ്തു. സർവവും നഷ്ടപ്പെട്ട് ദരിദ്രനായ താൻ മരിയനെ പോലെ ഒരു സുന്ദരിയായ പ്രഭുകുമാരിയെ വിവാഹം കഴിക്കാൻ യോഗ്യനല്ലെന്ന് റോബിന് തോന്നി. വേദനയോടെയാണെങ്കിലും തൻ്റെ പ്രണയം അവസാനിപ്പിച്ച് മരിയനിൽ നിന്നകലാൻ റോബിൻ തീരുമാനിച്ചു. എന്നാൽ മരിയന് ഇത് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു. തനിക്കൊരു വിവാഹമുണ്ടെങ്കിൽ അത് റോബിനുമായിട്ട് മാത്രമായിരിക്കും എന്നവൾ തീരുമാനിച്ചു. പക്ഷേ മരിയനെ ഉപേക്ഷിച്ച് റോബിൻ അപ്പോഴേക്കും ഷെർവുഡിലേക്ക് പലായനം ചെയ്തിരുന്നു. കുറേ കാലം തൻ്റെ മാളികയിലെ അടച്ചിട്ട മുറിയിൽ മരിയൻ ഏകയായി കഴിഞ്ഞുകൂടി. ഒടുവിൽ റോബിനെ തേടി ഷെർവുഡിലേക്ക് പോകാൻ തന്നെ അവൾ തീരുമാനിച്ചു. എന്നാൽ തന്നെ പോലൊരു പെൺകുട്ടി ഒറ്റയ്ക്ക് ഷെർവുഡിലേക്ക് പോകുന്നത് തീരെ സുരക്ഷിതമല്ല എന്ന് അവൾക്ക് ബോധ്യമുണ്ടായിരുന്നു. നിറയെ കാട്ടുകള്ളന്മാരും ഹിംസ്ര ജന്തുക്കളുമുള്ള സ്ഥലമാണ്. ആപൽഘട്ടങ്ങളിൽ സഹായത്തിന് ആരുമുണ്ടാകില്ല. അതുകൊണ്ട് വേഷപ്രച്ഛന്നയായി പോകാനാണ് മരിയൻ തീരുമാനിച്ചത്. ഒരു ആൺ പടയാളിയുടെ വേഷമാണ് അതിനവൾ തിരഞ്ഞെടുത്തത്. തലയിലൊരു ഇരുമ്പ് തൊപ്പി, അതിൽ വെളുത്ത തൂവലുകൾ ഉറപ്പിച്ചിട്ടുണ്ട്. മുഖം തിരിച്ചറിയാത്തവണ്ണം സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ച ഒരു കവചം, കട്ടിയുള്ള പരുക്കൻ കുപ്പായത്തിന് മുകളിൽ തുകൽ ബെൽറ്റ്. പുതിയ വേഷത്തിൽ മരിയനെ ആരും തിരിച്ചറിയുന്നുണ്ടായിരുന്നില്ല. ചടുലമായ ചുവടുവെപ്പുകളോടെ അവൾ ധൈര്യപൂർവ്വം വനത്തിലേക്ക് നീങ്ങി. ഏത് സമയവും ശത്രുവിനെ നേരിടാൻ പാകത്തിൽ ഒരു കടാര കയ്യിലേന്തിയാണ് അവൾ നടന്നത്. ചെറിയ ശബ്ദങ്ങൾ പോലും സൂക്ഷ്മമായി ശ്രദ്ധിച്ച് അതീവ ജാഗ്രതയോടെയാണ് മരിയൻ ഓരോ ചുവടും വെച്ചത്. തൻ്റെ പ്രിയപ്പെട്ട റോബിനെ ഷെർവുഡിൽ കാണാൻ കഴിയുമെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. മരിയനെ പോലെ വേഷപ്രച്ഛന്നായി നടക്കുന്നതിൽ റോബിനും അതിവിദഗ്ധനായിരുന്നു. ഒരു നോർമൻ പടയാളിയുടെ വേഷം ധരിച്ചാണ് റോബിൻ ഷെർവുഡിൽ കൂടി സഞ്ചരിച്ചിരുന്നത്. അടുത്ത സുഹൃത്തായ ലിറ്റിൽ ജോണിന് പോലും പലപ്പോഴും റോബിനെ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. അന്നും പതിവ് പോലെ പടയാളിയുടെ വേഷത്തിൽ കാട്ടുവഴിയിലൂടെ നടക്കുമ്പോഴാണ് അകലെ നിന്നും മറ്റൊരു ആയുധധാരി തനിക്കെതിരെ വരുന്നത് റോബിൻ കണ്ടത്. തൻ്റെ തട്ടകമായ ഷെർവുഡിൽ മറ്റൊരു യോദ്ധാവോ? നിൽക്കവിടെ! ആരാണ് നീ? ഈ റോബിൻ ഹുഡിൻ്റെ വാസസ്ഥലമായ ഷെർവുഡിൽ അതിക്രമിച്ച് കയറിയ നീ ആരാണ്? ശബ്ദം കേട്ട മാത്രയിൽ മരിയൻ ശരിക്കും ഭയന്നു. എൻ്റെ അനുവാദമില്ലാതെ ഒരാളെയും ഞാൻ ഈ വഴിയിലൂടെ സഞ്ചരിക്കാൻ അനുവദിക്കാറില്ല, റോബിൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. പരിപരുത്തതും ഉച്ചത്തിലുള്ളതുമായ ആ ശബ്ദത്തിനുടമയെ തിരിച്ചറിയാൻ അവൾക്ക് കഴിഞ്ഞില്ല. നൊടിയിടയിൽ തൻ്റെ വാൾ ഉറയിൽ നിന്ന് വലിച്ചൂരി അവൾ ജാഗരൂകയായി നിന്നു. ആഹാ, നിനക്കെന്താ മിണ്ടാട്ടമില്ലേ? എന്താണ് നിന്റെ ലക്ഷ്യം? ശരി, എന്നാൽ എന്നോട് യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളൂ. തനിക്ക് മറുപടി ലഭിക്കാത്തതിൻ്റെ ദേഷ്യത്തിലായിരുന്നു റോബിൻ. മൂർച്ചയേറിയ വാൾ ഉയർത്തിപ്പിടിച്ച് എതിരാളിയുടെ തൊട്ടു മുമ്പിലേക്ക് റോബിൻ ചാടി വീണു. തന്നേക്കാൾ ശക്തനും ഉയരമുള്ളവനും സമർത്ഥനുമായ എതിരാളിയെ കൗശലത്തോടെയാണ് മരിയൻ നേരിട്ടത്. റോബിൻ്റെ ഓരോ ചലനവും മുൻകൂട്ടി കണ്ട് തൻ്റെ വാൾ കൊണ്ട് അതിസമർത്ഥമായി അവൾ റോബിനെ നേരിട്ടു. പൊരിഞ്ഞ പോരാട്ടമാണ് പിന്നീട് അവിടെ നടന്നത്. നൃത്തച്ചുവടുകൾ പോലെ മനോഹരമായ ചുവടുകൾ വെച്ച് റോബിൻ്റെ ഓരോ നീക്കങ്ങളെയും മരിയൻ പരാജയപ്പെടുത്തുന്നത് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു. തൻ്റെ എതിരാളിയുടെ കഴിവ് തിരിച്ചറിഞ്ഞ റോബിന് അത്ഭുതം തോന്നാതിരുന്നില്ല. തൻ്റെ സംഘത്തിൽ ഇതുപോലെ വിദഗ്ധനായ ഒരു യോദ്ധാവിനെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് പോലും യുദ്ധത്തിനിടയിൽ റോബിന് തോന്നി. ഏതാണ്ട് 1 മണിക്കൂർ നീണ്ട പോരാട്ടത്തിനൊടുവിൽ റോബിൻ്റെ വാൾമുന കൊണ്ട് മരിയൻ്റെ കയ്യിൽ രക്തം പൊടിഞ്ഞു. റോബിൻ്റെ മുഖത്തും മുറിവേറ്റിരുന്നു. ഇരുവരെയും തളർച്ച ബാധിച്ചു തുടങ്ങി. ഇത്രയും നല്ലൊരു യോദ്ധാവിനോട് അനാവശ്യമായി യുദ്ധം ചെയ്യേണ്ടി വന്നതിൽ റോബിന് ഖേദം തോന്നി. വൈകാതെ പോരാട്ടം അവസാനിപ്പിക്കാൻ റോബിൻ തീരുമാനിക്കുകയും ചെയ്തു. മതി, ദാ
നിന്റെ കൈക്ക് മുറിവേറ്റിരിക്കുന്നു. ഞാനും ക്ഷീണിതനാണ്. നമുക്ക് ഈ പോരാട്ടം അവസാനിപ്പിക്കാം. വേഷപ്രച്ഛന്നനാണ് താനെന്ന കാര്യമൊന്നും ഓർക്കാതെ സ്വന്തം ശബ്ദത്തിലാണ് റോബിൻ ഇത് പറഞ്ഞത്. ദൈവമേ, ഈ ശബ്ദം റോബിൻ്റേതല്ലേ? പ്രിയപ്പെട്ടവനെ, അങ്ങയോടാണോ ഞാൻ ഇത്രയും നേരം പോരടിച്ചത്? റോബിൻ, എൻ്റെ പ്രിയപ്പെട്ട റോബിൻ. മരിയൻ്റെ കയ്യിൽ നിന്നും വാൾ ഊർന്നു വീണു. റോബിനെ തിരിച്ചറിഞ്ഞവൾ അതിശയവും സങ്കടവും ഇടകലർന്ന വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. തൻ്റെ എതിരാളിയെ തിരിച്ചറിഞ്ഞ റോബിനും സ്തബ്ധനായി. ഒരു നിമിഷം ഒന്നും മിണ്ടാതെ അവിശ്വസനീയതയോടെ റോബിൻ മരിയൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് മെല്ലെ പറഞ്ഞു, മരിയൻ, നിനക്കിത് നേരത്തെ പറയാമായിരുന്നില്ലേ? ആളറിയാതെയാണ് ഞാൻ. അപ്പോഴേക്കും മരിയൻ തൻ്റെ ഹെൽമെറ്റ് ഊരി മാറ്റിയിരുന്നു. വിളറിയ മുഖം, അവളുടെ കണ്ണുകളിൽ നീർത്തുള്ളികൾ ഉരുണ്ടുകൂടുന്നത് റോബിൻ കണ്ടു. സന്തോഷ കണ്ണീരുമായി തന്നെ നോക്കി പുഞ്ചിരിക്കുന്ന മരിയനെ റോബിൻ ആലിംഗനം ചെയ്തു. പിന്നെ അവർ പരസ്പരം കണ്ണിൽ കണ്ണിൽ നോക്കി പൊട്ടിച്ചിരിച്ചു. പിന്നീട് അടുത്തുള്ള കാട്ടരുവിയുടെ കരയിലേക്ക് മെല്ലെ നടന്നു. നല്ല തണുത്ത വെള്ളത്തിൽ മുഖം കഴുകിയപ്പോൾ ഇരുവരുടെയും ക്ഷീണമെല്ലാം അകന്നിരുന്നു. മരിയൻ്റെ കയ്യിലെ മുറിവിൽ റോബിൻ പ്രണയപൂർവ്വം തലോടി. അപ്പോഴേക്കും പ്രിയപ്പെട്ടവനെ പിരിഞ്ഞതിൻ്റെ ദുഃഖമെല്ലാം മരിയനെ വിട്ടകന്നിരുന്നു. മരിയൻ, നീ ഇവിടെ നിന്നും മടങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് കഴിയും? നിന്നെ പിരിയുന്നതിനെപ്പറ്റി എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല. പക്ഷേ എന്തു ചെയ്യും? നിന്നെപ്പോലൊരു പെൺകുട്ടിക്ക് പറ്റിയ സ്ഥലമല്ലല്ലോ ഈ വനം. റോബിൻ്റെ സ്വരത്തിൽ ദുഃഖം കലർന്നിരുന്നു. ആര് പറഞ്ഞു ഞാൻ മടങ്ങിപ്പോകുന്നുവെന്ന്? ഇല്ല, അങ്ങയെ പിരിഞ്ഞ് ഞാൻ ഒരിടത്തേക്കുമില്ല. അങ്ങ് ഒപ്പമുണ്ടെങ്കിൽ ഈ കാട് എനിക്ക് കൊട്ടാരം പോലെയാണ്. ദൈവത്തെ ഓർത്ത് എന്നോട് മടങ്ങിപ്പോകാൻ ആജ്ഞാപിക്കരുതേ. മരിയൻ്റെ അഭ്യർത്ഥന തിരസ്കരിക്കാൻ റോബിന് ആകുമായിരുന്നില്ല. തന്നോടൊപ്പം ഷെർവുഡിൽ തുടരാൻ റോബിൻ മരിയന് അനുവാദം നൽകി. അവർ പരസ്പരം കൈകൾ കോർത്തു പിടിച്ച് വനവീതിയിലൂടെ ആഹ്ലാദത്തോടെ നടന്നു. കുറച്ചു ദൂരം നടന്നു കാണും. വഴിയിൽ വെച്ച് അവർ ലിറ്റിൽ ജോണിനെ കണ്ടുമുട്ടി. തൻ്റെ യജമാനെ ഒരു സുന്ദരിക്കൊപ്പം കണ്ട ലിറ്റിൽ ജോൺ അതിശയിച്ചു പോയി. സുഹൃത്തേ, ഈ മിടുക്കിയായ പോരാളി എൻ്റെ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ചിരിക്കുന്നു. ഇനി ഇവളിൽ നിന്ന് വേർപിരിയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. റോബിൻ്റെ വാക്കുകൾ ലിറ്റിൽ ജോൺ പൂർണ്ണമായും വിശ്വസിച്ചില്ല. അവൾ മരിയനെ സംശയത്തോടെ തുറിച്ചു നോക്കി. റോബിൻ, താങ്കളെ ഇവൾ സത്യമായി മുറിവേൽപ്പിച്ചുവോ? എങ്കിൽ ഇവളെ വെറുതെ വിടുന്ന പ്രശ്നമില്ല. ലിറ്റിൽ ജോൺ കോപത്തോടെയാണ് അത് പറഞ്ഞത്. ഇയാളെന്നെ പേടിപ്പിക്കുന്നു. റോബിനടുത്തേക്ക് നീങ്ങി നിന്ന് മരിയൻ മന്ത്രിച്ചു. റോബിൻ മരിയനെ ചേർത്ത് പിടിച്ച് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ജോൺ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. ഇത് പടയാളിയോ ശത്രുവോ ഒന്നുമല്ല. എൻ്റെ പ്രിയതമ മരിയനാണ്. സ്നേഹത്തിൻ്റെ വാളുകൊണ്ടാണ് അവൾ എൻ്റെ ഹൃദയം മുറിച്ചത്. മരിയൻ, ഇതാണ് ലിറ്റിൽ ജോൺ, എൻ്റെ സംഘാംഗങ്ങളിൽ വെച്ച് ഏറ്റവും മിടുക്കൻ. ലിറ്റിൽ ജോണിനെ റോബിൻ മരിയന് പരിചയപ്പെടുത്തി. ഇത് കേട്ട മാത്രയിൽ ലിറ്റിൽ ജോൺ ഒരു കാൽമുട്ട് നിലത്തൂന്നി നിന്ന് മരിയൻ്റെ കൈവിരലുകളിൽ ആദരവോടെ ചുംബിച്ചു. ഭവതി, അങ്ങ് എൻ്റെ രാജാവായ റോബിൻ്റെ പത്നിയാണ്, അതായത് എൻ്റെ രാജ്ഞി. ഞാൻ ഇനി മുതൽ അവിടുത്തെ വിനീതദാസനായിരിക്കും. മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ മരിയൻ ലിറ്റിൽ ജോണിനെ നോക്കി. അതിര് കവിഞ്ഞ ആഹ്ലാദം മൂലം അവൾക്ക് ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രം. പ്രഭു, ഇന്ന് സന്തോഷത്തിൻ്റെ ദിനമാണ്. നമുക്കൊന്ന് ആഘോഷിക്കണം. നല്ലൊരു സദ്യ തന്നെ അങ്ങേക്കും പത്നിക്കുമായി ഞങ്ങൾ ഒരുക്കാൻ പോകുന്നു. ലിറ്റിൽ ജോൺ അതീവ സന്തോഷത്തിലായിരുന്നു. സദ്യവട്ടങ്ങൾ ഒരുക്കുന്നതിനും ഭക്ഷണ സാധനങ്ങൾ ശേഖരിക്കുന്നതിനുമായി അയാൾ വനത്തിലേക്ക് യാത്രയായി. റോബിൻ, എനിക്ക് പടച്ചട്ടയൊക്കെ മാറ്റിയാൽ കൊള്ളാമെന്നുണ്ട്. എന്തായാലും ഇന്ന് നമ്മുടെ വിവാഹ ദിനമല്ലേ.
വധു പടച്ചട്ടയണിഞ്ഞു നിൽക്കുന്നത് നാണക്കേടല്ലേ? പുതിയ വസ്ത്രം കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? മരിയൻ ചെറു പുഞ്ചിരിയോടെയാണ് ചോദിച്ചത്. കൊടും കാട്ടിനുള്ളിൽ വസ്ത്രങ്ങളും ആഭരണങ്ങളും കിട്ടാൻ സാധ്യതയില്ലെന്ന് അവൾക്കും അറിയാമായിരുന്നു. പക്ഷേ റോബിൻ്റെ മറുപടി അവളെ അത്ഭുതപ്പെടുത്തി. തീർച്ചയായും മരിയൻ, നിനക്ക് ഇഷ്ടമുള്ള വസ്ത്രം തന്നെ ഞാൻ സംഘടിപ്പിച്ചു തരുന്നുണ്ട്. വേഗം എൻ്റെ കൂടെ വന്നോളൂ. മരിയനെയും കൂട്ടി ഒരു ഗുഹയുടെ മുമ്പിലേക്കാണ് റോബിൻ നടന്നത്. കാട്ടിലൂടെ കടന്നു പോകുന്ന കള്ളപ്പണക്കാരിൽ നിന്ന് പിടിച്ചെടുക്കുന്ന വില പിടിച്ച വസ്തുക്കൾ മെറിമൻ സൂക്ഷിച്ചിരിക്കുന്നത് ആ ഗുഹയിലായിരുന്നു. മരിയൻ, ഇതാ, ഈ ഗുഹയ്ക്കുള്ളിൽ ധാരാളം പെട്ടികൾ അടുക്കി വെച്ചിട്ടുണ്ട്. അവ നിറയെ വില പിടിച്ച ആഭരണങ്ങളും വസ്ത്രങ്ങളുമാണ്. ഞാൻ പുറത്ത് കാത്തു നിൽക്കാം. നീ അകത്ത് കയറി ഇഷ്ടമുള്ളത് അണിഞ്ഞുകൊള്ളൂ. പുതിയ വേഷത്തിൽ നിന്നെ കാണാൻ എനിക്കും തിടുക്കമായി. റോബിൻ പറഞ്ഞതനുസരിച്ച് മരിയൻ ഗുഹയ്ക്കുള്ളിലേക്ക് കടന്നു. അവിടെ കണ്ട കാഴ്ച അവളെ അതിശയിപ്പിച്ചു കളഞ്ഞു. വില പിടിച്ച മാലകൾ, വളകൾ, പട്ടിൽ തുന്നിയ കുപ്പായങ്ങൾ, കയ്യുറകൾ. തനിക്കിഷ്ടമുള്ള കുപ്പായവും ആഭരണവും അണിഞ്ഞ് അവൾ ഗുഹയുടെ പുറത്തേക്ക് ഇറങ്ങി വന്നു. റോബിന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. തനിക്ക് മുന്നിൽ നിൽക്കുന്നത് സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഏതോ മാലാഖയാണെന്ന് റോബിൻ സംശയിച്ചു. അത്രയ്ക്ക് ഭംഗിയായിരുന്നു മരിയനെ അപ്പോൾ കാണാൻ. തിളങ്ങുന്ന വൈരക്കല്ലുകൾ പതിച്ച ഒരു വെള്ള പട്ടുകുപ്പായമാണ് അവൾ ധരിച്ചിരിക്കുന്നത്. കുപ്പായത്തിന് മുകളിൽ കടും പച്ച നിറത്തിലുള്ള തിളങ്ങുന്ന ചെറിയൊരു ഉടുപ്പുമുണ്ട്. കറുത്തിരണ്ട മുടിയിഴകൾ അലസമായി നെറ്റിയിലേക്ക് വീണ് കിടക്കുന്നു. മരിയൻ്റെ മുഖത്തു നിന്നും കണ്ണുകൾ പിൻവലിക്കാൻ റോബിന് തോന്നിയതേയില്ല. അവൻ മെല്ലെ അവളുടെ അടുത്ത് ചെന്ന് കൈകൾ നീട്ടി. മരിയൻ തൻ്റെ മൃദുലമായ കരങ്ങൾ കൊണ്ട് റോബിൻ്റെ കൈകളിൽ പിടിച്ചു. ഈണക്കുരുവികളെപ്പോലെ അവർ കാട്ടുവഴിയിലൂടെ ചിരിച്ചുല്ലസിച്ച് നടന്നു നീങ്ങുന്ന കാഴ്ച കാണേണ്ടത് തന്നെയായിരുന്നു. വലിയൊരു പൈൻ മരച്ചൂട്ടിലെത്തിയപ്പോൾ റോബിൻ തൻ്റെ കാഹളം ഉറക്കെ മുഴക്കി. വൈകാതെ മെറിമൻ സംഘാംഗങ്ങളെല്ലാം അവിടേക്ക് ഓടിയെത്തി. റോബിൻ ഓരോരുത്തരെയായി മരിയനെ പരിചയപ്പെടുത്തി കൊടുത്തു. തങ്ങളുടെ രാജ്ഞിയുടെ സൗന്ദര്യത്തെ റോബിൻ്റെ പച്ച പട്ടാളം വാനോളം പുകഴ്ത്തുന്നത് കണ്ട് മരിയൻ്റെ കവിളുകൾ റോസാപ്പൂക്കൾ പോലെ ചുവന്നു. തുടർന്ന് ഒരു ഗംഭീര സദ്യ തന്നെയാണ് അവിടെ നടന്നത്. വറുത്ത മാനിറച്ചിയും ചുട്ടെടുത്ത മധുരക്കിഴങ്ങുമെല്ലാം അവർ മതിയാവോളം കഴിച്ചു. മുളങ്കുഴലിൽ ശേഖരിച്ചു കൊണ്ടുവന്ന കാട്ടുതേൻ മരിയന് വളരെ ഇഷ്ടമായി. സ്വാദിഷ്ടമായ കാട്ടുപഴങ്ങൾ കണ്ട് അവൾ അതിശയിച്ചു പോയി. റാണി മരിയനും റോബിൻഹുഡും നീണാൾ വാഴട്ടെ. പടയാളികളുടെ ശബ്ദം കാട്ടിലാകെ മുഴങ്ങി. അപ്പോഴേക്കും വിവാഹ ചടങ്ങുകൾ നടത്താനായി ഫ്രയർ ടക്ക് വേദപുസ്തകവുമായി അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. അയാളുടെ മേൽനോട്ടത്തിൽ റോബിൻ്റെയും മരിയൻ്റെയും വിവാഹം ആചാരപ്രകാരം നടത്തപ്പെട്ടു. കാട്ടുപൂക്കൾ കൊണ്ടുള്ള മാലകൾ ഇരുവരും പരസ്പരം അണിയിച്ചതോടെ വിവാഹ ചടങ്ങുകൾക്ക് വിരാമമായി. നേരം വൈകി തുടങ്ങിയിരുന്നു. എല്ലാവരും താങ്കളുടെ ഗുഹകളിലേക്ക് മടങ്ങി. ആഹ്ലാദാരവങ്ങൾ പക്ഷികളുടെ കൂജനങ്ങൾക്ക് വഴിമാറി. ഇരുട്ട് വീണു. ആകാശത്ത് മുത്തുമണികൾ വാരി വിതറിയ പോലെ നക്ഷത്രക്കൂട്ടങ്ങൾ. റോബിൻ മരിയൻ ദമ്പതിമാർക്ക് ആശംസയർപ്പിച്ചുകൊണ്ട് അവ മാനത്ത് കണ്ണു ചിമ്മി നിന്നു. അതിനിടയിൽ നോട്ടിംഗ്ഹാമിലും പരിസര പ്രദേശങ്ങളിലും കാട്ടുതീ പോലെയാണ് ആ വാർത്ത പരന്നത്. നോട്ടിംഗ്ഹാമിലെ നാടുവാഴി അമ്പെയ്ത്ത് മത്സരം നടത്തുന്നു അത്രേ. ഇംഗ്ലണ്ടിലെ പുരുഷന്മാർ മിക്കവരും അസ്ത്രവിദ്യയിൽ വൈദഗ്ധ്യം നേടിയവരാണ്. അതുകൊണ്ട് തന്നെ അമ്പെയ്ത്ത് മത്സരത്തിൽ പങ്കെടുക്കാനുള്ള ഒരവസരവും അവർ പാഴാക്കിയിരുന്നില്ല. മാത്രമല്ല, വളരെ വില പിടിച്ച സമ്മാനമാണ് ഇത്തവണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശുദ്ധമായ വെള്ളിയിൽ തീർത്ത ഒരു ശരമാണ് വിജയിക്ക് സമ്മാനമായി ലഭിക്കുക. ശരത്തിൻ്റെ മുന തങ്കത്തിൽ തീർത്തിട്ടുള്ളതാണ്. ആരെയും കൊതിപ്പിക്കുന്ന സമ്മാനം. നോട്ടിംഗ്ഹാമിലെ ചെറുപ്പക്കാർ ആവേശത്തോടെയാണ്
മത്സര വാർത്ത ശ്രവിച്ചത്. പിശകനായ നാടുവാഴി ഒന്നും കാണാതെയല്ല ഈ മത്സരം സംഘടിപ്പിച്ചത്. ശത്രുവായ റോബിൻഹുഡിനെ വലയിലാക്കാനുള്ള നാടുവാഴിയുടെ തന്ത്രമായിരുന്നു ഈ മത്സരം. അസ്ത്രവിദ്യയിൽ ഒന്നാമനായ റോബിൻ ഇത്തരമൊരു മത്സരത്തിൽ തീർച്ചയായും പങ്കെടുക്കുമെന്ന് നാടുവാഴിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. റോബിൻഹുഡിനൊപ്പം മെറിമൻ സംഘത്തിലെ എല്ലാവരെയും പിടികൂടാൻ ഈ തന്ത്രത്തിലൂടെ സാധിക്കുമെന്ന് അയാൾ കണക്കുകൂട്ടി. റോബിനോടുള്ള പക നാടുവാഴിയുടെ മനസ്സിൽ ആളിക്കത്തിയിരുന്നു. കഴിഞ്ഞ തവണ റോബിൻഹുഡ് അതിവിദഗ്ധമായി പറ്റിച്ചു. മാത്രമല്ല, കാട്ടുകള്ളന്മാരെ ഒതുക്കിയില്ലെങ്കിൽ അധികാരം പിടിച്ചെടുക്കുമെന്നാണ് രാജാവിൻ്റെ മുന്നറിയിപ്പ്. എന്തു വന്നാലും ഇത്തവണ ശത്രുവിനെ കാരാഗൃഹത്തിലാക്കും എന്ന ദൃഢനിശ്ചയത്തിലാണ് നാടുവാഴി മത്സരം വിളംബരം ചെയ്തത്. മത്സരത്തിനുള്ള ദിവസം അടുത്തു വരികയാണ്. നാടുവാഴിയുടെ നിർദ്ദേശാനുസരണം സൈന്യത്തെ സജ്ജമാക്കി കഴിഞ്ഞു. ഏറ്റവും മികച്ച യോദ്ധാക്കളെ മത്സരവേദിക്ക് ചുറ്റും വിന്യസിച്ചു. നാടുവാഴിയും കൂട്ടരും തികഞ്ഞ ആത്മവിശ്വാസത്തിലായിരുന്നു. പക്ഷേ കാര്യങ്ങൾ ഭാഗ്യവശാൽ റോബിൻഹുഡിന് അനുകൂലമായാണ് സംഭവിച്ചത്. റോബിൻ്റെ സംഘത്തിലെ മിടുക്കനായ യോദ്ധാവാണ് ഡേവിഡ്. വളരെ നാളുകളായി റോബിനൊപ്പമുണ്ട് ഇയാൾ. ഡേവിഡിൻ്റെ സഹോദരി നോട്ടിംഗ്ഹാം പ്രഭുവിൻ്റെ അടുക്കളക്കാരിയാണ്. തൻ്റെ സഹോദരിയെ കാണാൻ ഡേവിഡ് വേഷപ്രച്ഛന്നായി നോട്ടിംഗ്ഹാമിൽ പതിവായി സന്ദർശനം നടത്തിയിരുന്നു. ഇത്തവണ ചെന്നപ്പോൾ സഹോദരിക്ക് ഡേവിഡിനോട് വളരെ പ്രധാനപ്പെട്ട ഒരു രഹസ്യം പറയാനുണ്ടായിരുന്നു. അടുക്കളയുടെ പിൻഭാഗത്തെ ഒഴിഞ്ഞ ഭാഗത്തേക്ക് അവർ അയാളെ കൂട്ടിക്കൊണ്ടുപോയി. പതിഞ്ഞ ശബ്ദത്തിലാണ് സഹോദരി ഡേവിഡിനോട് സംസാരിച്ചത്. ഡേവിഡ്, നീ ഇനി ഇവിടെ നിൽക്കുന്നത് അപകടമാണ്. ഇപ്പോൾ തന്നെ ഷെർവുഡിലേക്ക് മടങ്ങുക. ഇവിടെ നടക്കാൻ പോകുന്ന അമ്പെയ്ത്ത് മത്സരത്തിനിടയിൽ റോബിൻഹുഡിനെ വധിക്കാനാണ് നാടുവാഴിയുടെ പരിപാടി. വേഗം പോയി യജമാനെ ഈ വിവരമറിയിക്കൂ, അല്ലെങ്കിൽ അപകടമാണ്. അമ്പെയ്ത്ത് മത്സരമോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്നാണത്? ഡേവിഡിന് മത്സരത്തെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ലായിരുന്നു. അയ്യോ, നീ ഇതൊന്നും അറിഞ്ഞില്ലേ? മത്സരം അടുത്ത ചൊവ്വാഴ്ചയാണ്. വെള്ളിയിൽ തീർത്ത സ്വർണ്ണമണിയുള്ള ശരമാണ് സമ്മാനം. പക്ഷേ നാടുവാഴിയുടെ ലക്ഷ്യം റോബിനെ ഇല്ലാതാക്കുക എന്നതാണ്. ഇന്നലെ ഈ വിവരം സൈന്യാധിപനുമായി അയാൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. വേഗം പോയി റോബിനെ വിവരമറിയിക്കൂ. സഹോദരി തിടുക്കം കൂട്ടി. പ്രശ്നത്തിൻ്റെ ഗുരുതരാവസ്ഥ ഇതിനോടകം ഡേവിഡിന് ബോധ്യപ്പെട്ടിരുന്നു. അയാൾ അതിവേഗം തൻ്റെ യജമാൻ്റെ അടുത്തേക്ക് യാത്രയായി. ഡേവിഡ് ഗ്രീൻവുഡിലെത്തുന്നതിന് മുമ്പ് തന്നെ മത്സരവിവരം റോബിൻഹുഡിൻ്റെ കാതിലെത്തിയിരുന്നു. മത്സരത്തിൽ പങ്കെടുക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്ന മെറിമൻ സംഘത്തെയാണ് ഡേവിഡ് ഷെർവുഡിൽ കാണാൻ കഴിഞ്ഞത്. രഹസ്യം കണ്ടെത്തിയ ഉത്സാഹത്തിൽ ഡേവിഡ് തൻ്റെ യജമാനോട് ആ വാർത്ത പറഞ്ഞു. പ്രഭു, ഇത് ചതിയാണ്. നാടുവാഴി അമ്പെയ്ത്ത് മത്സരം നടത്തുന്നത് അങ്ങയെ പിടികൂടാൻ വേണ്ടി മാത്രമാണ്. ഒരു കാരണവശാലും നമ്മൾ മത്സരത്തിൽ പങ്കെടുക്കരുത്. എന്നാൽ റോബിൻ ഇത് കേട്ട് ക്ഷുഭിതനാവുകയാണ് ചെയ്തത്. ഡേവിഡ്, നീയൊരു ഭീരുവിനെ പോലെ സംസാരിക്കുന്നു. ഈ മത്സരത്തിൽ ഞാൻ പങ്കെടുക്കും. സമ്മാനം വാങ്ങുകയും ചെയ്യും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി ഞാൻ പിന്മാറില്ല. ആരും എന്നെ ഉപദേശിക്കുകയും വേണ്ട. റോബിൻ്റെ വാക്കുകൾ കേട്ട് ദുഃഖിതനായ ഡേവിഡ് ഒന്നും മിണ്ടാതെ പിൻവാങ്ങി. മത്സരത്തിൻ്റെ ആവേശത്തിൽ മുഴുകിപ്പോയിരുന്ന തൻ്റെ യജമാനോട് കൂടുതൽ എന്തെങ്കിലും പറയാൻ ഡേവിഡിന് ധൈര്യമുണ്ടായിരുന്നില്ല. അല്പം കഴിഞ്ഞു കാണും. കോപം തണുത്തു കഴിഞ്ഞപ്പോൾ റോബിന് ഡേവിഡിനോട് അനുകമ്പ തോന്നി. പാവം, തൻ്റെ രക്ഷയെ കരുതി പറഞ്ഞതാണ്. തൻ്റെ വാക്കുകൾ ഡേവിഡിന് അപമാനകരമായി തോന്നിയിട്ടുണ്ടാവും. ഏകനായി ഒരു മരച്ചൂട്ടിൽ ഇരിക്കുകയായിരുന്ന ഡേവിഡിൻ്റെ അരികിലെത്തി റോബിൻ ഖേദം പ്രകടിപ്പിച്ചു. ഡേവിഡ്, താങ്കളെ അപമാനിക്കാൻ പറഞ്ഞതല്ല. ക്ഷമിക്കൂ സുഹൃത്തെ. പറയൂ, എന്താണ് നാടുവാഴിയുടെ പരിപാടി? വിശദമായി പറയൂ.
റോബിൻ്റെ ആശ്വാസവചനം കേട്ടപ്പോൾ തന്നെ ഡേവിഡിൻ്റെ ദുഃഖമെല്ലാം പമ്പ കടന്നു. അമ്പെയ്ത്ത് മത്സരത്തെക്കുറിച്ചും നാടുവാഴിയുടെ ഉദ്ദേശത്തെക്കുറിച്ചും തനിക്കറിയാവുന്നതെല്ലാം ഉത്സാഹത്തോടെ ഡേവിഡ് റോബിൻ ഹുഡിനെ ധരിപ്പിച്ചു. കുറച്ചു നേരത്തേക്ക് ആരും ഒന്നും മിണ്ടിയില്ല. എന്തായാലും നമ്മൾ മത്സരത്തിൽ പങ്കെടുക്കുക തന്നെ ചെയ്യും. അപകട സാധ്യത ഏറെയുണ്ട്. പക്ഷേ അവയെ അതിജീവിക്കാനുള്ള വഴി നാം കണ്ടെത്തിയേ തീരൂ. നിശബ്ദതയെ മുറിച്ചുകൊണ്ട് റോബിൻ ഹുഡ് ലിറ്റിൽ ജോണിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. തന്ത്രശാലിയായ ലിറ്റിൽ ജോണിന് എന്തെങ്കിലും പറയാനുണ്ടാകുമെന്ന് റോബിന് ഉറപ്പായിരുന്നു. നാം മത്സരത്തിൽ പങ്കെടുക്കാതിരിക്കേണ്ട എന്തെങ്കിലും കാര്യമുള്ളതായി എനിക്ക് തോന്നുന്നില്ല. പ്രതിസന്ധികൾ നമുക്ക് ഒരിക്കലും പ്രശ്നമായിട്ടില്ലല്ലോ. നമ്മുടെ സ്ഥിരം യൂണിഫോമായ പച്ച കുപ്പായമണിഞ്ഞ് നോട്ടിംഗ്ഹാമിലേക്ക് പോകുന്നത് മണ്ടത്തരമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പട്ടാളത്തിന് നമ്മെ തിരിച്ചറിയാൻ വിഷമമുണ്ടാകില്ല. എന്നാൽ നാം വ്യത്യസ്ത തരം വേഷങ്ങൾ ധരിച്ചു ചെന്നാൽ അവർ നമ്മളെ തിരിച്ചറിയുകയില്ല. ലിറ്റിൽ ജോണിൻ്റെ അഭിപ്രായം എല്ലാവർക്കും സ്വീകാര്യമായി തോന്നി. നല്ല ആശയം. പലതരം വേഷങ്ങൾ ധരിച്ചാൽ നാടുവാഴിയുടെ ആൾക്കാർ നമ്മെ തിരിച്ചറിയില്ല. ഉറപ്പ്. കൊള്ളാമല്ലേ ഡേവിഡ്? ഡേവിഡിൻ്റെ പരിഭവം മാറട്ടെ എന്ന് കരുതി മനഃപൂർവ്വമാണ് റോബിൻ അയാളോട് ഇങ്ങനെ സംസാരിച്ചത്. ഇത് ഡേവിഡിനെ കൂടുതൽ സന്തോഷവാനാക്കി. തൻ്റെ വാക്കുകൾക്ക് യജമാനൻ വില കൽപ്പിക്കുന്നു. അതായിരുന്നു സന്തോഷത്തിന് കാരണം. തീർച്ചയായും പ്രഭു, അങ്ങനെ പോകുന്നതാണ് നല്ലത്. നല്ല രസമായിരിക്കും നമ്മുടെ യാത്ര, ഡേവിഡ് ആവേശഭരിതനായി പറഞ്ഞു. 2-3 പേർ മാത്രമടങ്ങുന്ന ചെറു സംഘങ്ങളായിട്ട് വേണം നാം പോകാൻ. നോട്ടിംഗ്ഹാമിൽ എത്തിക്കഴിഞ്ഞാൽ ഓരോരുത്തരും അവിടുത്തെ സാധാരണ പൗരന്മാരുമായി ചങ്ങാത്തത്തിലാവുകയും വേണം. സംഘാംഗങ്ങൾക്ക് റോബിൻ ഹുഡ് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. അങ്ങനെ മത്സരദിനം വന്നെത്തി. മേരിമൻ നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ചതുപോലെ വ്യത്യസ്ത വേഷങ്ങൾ ധരിച്ച് രാവിലെ തന്നെ നോട്ടിംഗ്ഹാമിൽ എത്തിച്ചേർന്നു. മത്സരത്തിൽ പങ്കെടുക്കാനും കാണുവാനുമായി വലിയൊരു ജനാവലി തന്നെ തെരുവുകളിൽ എത്തിച്ചേർന്നിരുന്നു. വൈകാതെ മെറിമെനിലെ അംഗങ്ങളും ആ ആൾക്കൂട്ടത്തിൽ ലയിച്ചു. തൻ്റെ മാളികയിലെ ബാൽക്കണിയിൽ അക്ഷമനായി നിൽക്കുകയായിരുന്നു നാടുവാഴി. ആൾക്കൂട്ടത്തിൽ എവിടെയെങ്കിലും പച്ച കുപ്പായമണിഞ്ഞ തൻ്റെ ശത്രുവും സംഘവും ഉണ്ടോ എന്ന് നോക്കി നിൽക്കുകയാണ് അയാൾ. ആരെയും കാണാൻ കഴിയാത്തതിൻ്റെ നിരാശ നാടുവാഴിയുടെ മുഖത്തുണ്ട്. എങ്കിലും പ്രതീക്ഷ കൈവിടാതെയാണ് അയാളുടെ നിൽപ്പ്. അവൻ വരും, വരാതിരിക്കില്ല, തീർച്ച, നാടുവാഴിയുടെ മനസ്സ് പറഞ്ഞു. മത്സരത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞിരുന്നു. പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി സേവകർ നാടുവാഴിയെയും പത്നിയെയും മൈതാനത്തിലേക്ക് ക്ഷണിച്ചു. എത്ര പേർ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്? റോബിനും കൂട്ടുകാരും എത്തിയോ? അക്ഷമനായി നാടുവാഴി ചോദിച്ചു. ഇല്ല പ്രഭു, പച്ചക്കുപ്പായക്കാർ ആരും ഇതുവരെ എത്തിയിട്ടില്ല. സേവകന്റെ മറുപടി കേട്ട നാടുവാഴിയുടെ മുഖം മ്ലാനമായി. എന്നാൽ കുറച്ചും കൂടി കാക്കാം, അവന്മാർ വരാതിരിക്കില്ല. അല്പം കൂടി കാക്കുക തന്നെയെന്നായിരുന്നു നാടുവാഴിയുടെ തീരുമാനം. സമയം ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരുന്നു. മത്സരം തുടങ്ങാൻ വൈകുന്നതിനാൽ ആളുകൾ അസ്വസ്ഥരായി. ചിലർ പ്രതിഷേധ ശബ്ദങ്ങൾ മുഴക്കി തുടങ്ങി. ഇനിയും വൈകിയാൽ ആകെ കുഴപ്പമാകുമെന്ന് നാടുവാഴിക്ക് തോന്നി. ശരി, വൈകിക്കേണ്ട, നമുക്ക് മത്സരം ആരംഭിക്കാം. പരിപാടി ആരംഭിക്കാൻ ആജ്ഞ നൽകിയ നാടുവാഴി തൻ്റെ ഭാര്യയോടൊപ്പം വേദിയിൽ ഉപവിഷ്ടനായി. അതിവിശാലമായ മൈതാനത്താണ് മത്സരം അരങ്ങേറിയത്. ഒരു ഭാഗത്ത് മത്സരാർത്ഥികൾ കൂട്ടമായി തമ്പടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടതുവശത്താണ് നാടുവാഴിക്കും ഭാര്യയ്ക്കും ഇരിപ്പിടം ഒരുക്കിയിരിക്കുന്നത്. മൈതാനത്തിൻ്റെ അങ്ങേയറ്റത്ത് നിരവധി ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. മത്സരാർത്ഥികൾക്ക് ഭേദിക്കാനുള്ള ലക്ഷ്യങ്ങളാണവ. ഓരോ ബോർഡിലും പല നിറത്തിലുള്ള ചെറുതും വലുതുമായ വൃത്തങ്ങൾ വരച്ചിട്ടുണ്ട്. നടുക്കുള്ള ഏറ്റവും ചെറിയ വൃത്തത്തിൻ്റെ മധ്യഭാഗത്ത് തുടർച്ചയായി
50 തവണ ശരം കൊള്ളിക്കുന്നയാളായിരിക്കും വിജയി. മത്സരാർത്ഥികളുടെ പേര് വിവരങ്ങളും മറ്റും സേവകർ ഉറക്കെ വായിച്ചു. തുടർന്ന് മത്സരങ്ങൾക്ക് തുടക്കമായി. മൈതാനം ആരവങ്ങൾ കൊണ്ട് നിറഞ്ഞു. മിടുമിടുക്കരായ നിരവധി യോദ്ധാക്കൾ തങ്ങളുടെ ധനുർവിദ്യയിലുള്ള കഴിവ് പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. മൈതാനത്തിന് മുകളിലൂടെ ശരങ്ങൾ മൂളിപ്പറന്നു. ആർക്കും തുടർച്ചയായി 50 തവണ ലക്ഷ്യം കണ്ടെത്താനായില്ല. നല്ല പ്രകടനം കാഴ്ചവെക്കുന്നവരെ കാണികൾ അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിച്ചു. ചിലർ ദയനീയമായി പരാജയപ്പെട്ടപ്പോൾ ജനം കൂയി പരിഹസിച്ചു. മത്സരാർത്ഥികളുടെ ഇടയിൽ ഇതിനോടകം തന്നെ റോബിൻ ഹുഡും കൂട്ടുകാരും സ്ഥാനം പിടിച്ചിരുന്നു. ചിലർ അമ്പെയ്ത്ത് തുടങ്ങിക്കഴിഞ്ഞു. നാടുവാഴിയുടെ ഇരിപ്പിടത്തിനടുത്തായാണ് റോബിൻ ഹുഡ് നിലയുറപ്പിച്ചത്. നാടുവാഴി സംസാരിക്കുന്നത് റോബിന് നന്നായി കേൾക്കാമായിരുന്നു. അവൻ ഇതുവരെ എത്തിയില്ല. വലിയ യോദ്ധാവാണ് പോലും. റോബിൻ ഹുഡ് എന്നെ വല്ലാതെ ഭയക്കുന്നു. അതാണ് അവൻ വരാത്തത്. നാടുവാഴി റോബിനെ പുലമ്പ്യം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. വിഡ്ഢി, ഇതാ ഞാൻ നിന്റെ തൊട്ടടുത്തുണ്ട്. ചുണയുണ്ടെങ്കിൽ പിടിക്കൂ. കഴുതകൾക്ക് നിന്നേക്കാളും അധികം ബുദ്ധിയുണ്ട്. റോബിൻ കോപമടക്കാനാവാതെ മനസ്സിൽ പിറുപിറുത്തു. എന്നിട്ട് തൻ്റെ വില്ലെടുത്ത് ഞാണൊലിയിട്ടു. ആ ശബ്ദം കേട്ടപ്പോൾ തന്നെ മൈതാനം നിശബ്ദമായി. ആരാണത്? ഞാണൊലി കേട്ടാലറിയാം അതിവിദഗ്ധനായൊരു പോരാളിയാണതെന്ന്. എല്ലാവരുടെയും കണ്ണുകൾ റോബിൻ ഹുഡിലേക്ക് നീണ്ടു. പക്ഷേ ആരും തിരിച്ചറിഞ്ഞില്ലെന്ന് മാത്രം. റോബിൻ ഹുഡിനൊപ്പം നീല കുപ്പായമണിഞ്ഞ ലിറ്റിൽ ജോൺ, തവിട്ട് കുപ്പായമണിഞ്ഞ ഡേവിഡ്, മെറിമെനിലെ സമർത്ഥരായ പോരാളികൾ നിരനിരയായി നിന്ന് ലക്ഷ്യത്തിലേക്ക് വില്ലുകൾ കുലച്ചു പിടിച്ചു. അതിഗംഭീരമായ അസ്ത്രപ്രകടനമായിരുന്നു പിന്നീട് അവിടെ സംഭവിച്ചത്. ദാ ആ നീല കുപ്പായക്കാരൻ ജയിക്കും. അല്ല, തവിട്ട് കുപ്പായക്കാരൻ. ഹേയ്, അത് കണ്ടില്ലേ? മഞ്ഞ കുപ്പായമണിഞ്ഞയാൾ, അയാളാവും ജയിക്കുക. ഇല്ലില്ല, അത് കണ്ടോ? ആ ചുവന്ന കുപ്പായക്കാരൻ. എത്ര അനായാസമായാണ് അയാൾ ലക്ഷ്യം ഭേദിച്ചു കൊണ്ടിരിക്കുന്നത്. ആളുകൾ മത്സരാർത്ഥികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. എങ്കിലും എല്ലാവരുടെയും കണ്ണുകൾ ചുവന്ന കുപ്പായമണിഞ്ഞ റോബിൻ ഹുഡിൻ്റെ മേലായിരുന്നു. ഒന്നിന് പുറകെ ഒന്നൊന്നായി തുടരെ തുടരെ അസ്ത്രങ്ങൾ ലക്ഷ്യത്തിൽ കൊള്ളിച്ചുകൊണ്ടിരുന്ന ചുവന്ന വസ്ത്രധാരിയുടെ പ്രകടനം കണ്ട് ആളുകൾ ആർത്തു വിളിച്ചു. 1, 2, 3. അവർ ലക്ഷ്യം ഭേദിക്കുന്ന ശരങ്ങൾ എണ്ണിക്കൊണ്ടിരുന്നു. വിജയത്തിലെത്തിക്കാൻ വേണ്ട 50ാമത്തെ അസ്ത്രവും ലക്ഷ്യത്തിലെത്തിച്ച ശേഷവും റോബിൻ തൻ്റെ മാസ്മരിക പ്രകടനം തുടർന്നുകൊണ്ടിരുന്നു. ഏറ്റവും ഒടുവിൽ ഒന്നിന് പുറകെ ഒന്നൊന്നായി ആകാശത്തൂടി പറന്നുപോയ കുറേ പക്ഷികളെ ഒറ്റ ശരം കൊണ്ട് റോബിൻ എയ്ത് വീഴ്ത്തി കാണികളെ ഹരം കൊള്ളിച്ചു. ആളുകൾ എഴുന്നേറ്റ് നിന്ന് ആർത്തു വിളിച്ചു. അങ്ങനെ മത്സരം അവസാനിച്ചു. ചുവന്ന കുപ്പായക്കാരനെ വിജയിയായി പ്രഖ്യാപിച്ചു. നാടുവാഴിയുടെ പത്നിയാണ് റോബിന് സ്വർണ്ണമുനയുള്ള വില പിടിച്ച അസ്ത്രം സമ്മാനിച്ചത്. സമ്മാനദാനം നടത്തിയ നാടുവാഴിയുടെ പത്നിയോട് റോബിൻ നന്ദി പറഞ്ഞ ശേഷം റോബിനും സംഘവും മൈതാനത്തിന് പുറത്തേക്ക് നടന്നു. വൈകാതെ നോട്ടിംഗ്ഹാമിലെ തെരുവ് വിജനമായി. കാണികളെല്ലാം ഇതിനോടകം വീടുകളിലേക്ക് മടങ്ങിയിരുന്നു. റോബിന് കൂട്ടരും ചെറിയ സംഘങ്ങളായി ആർക്കും സംശയമുണ്ടാക്കാത്ത വിധം ഷെർവുഡിലേക്ക് യാത്രയായി. ഇതിഹാസ നായകനായ റോബിൻ ഹുഡ് എന്ന നോവലിൻ്റെ 3ാം ഭാഗം എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. അടുത്ത തവണ ഞാൻ എത്തും വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.